ഈ ഇവരിങ്ങനെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് സൂഫി സർക്കിളുകളിൽ പഠിപ്പിക്കപ്പെടുന്നതനുസരിച്ച് നമ്മൾ കേട്ടാൽ അത് മഖ്ദൂമുമാർക്കും അംഗീകരിക്കാൻ കഴിയില്ല, മമ്പുറം തങ്ങന്മാർക്കും അംഗീകരിക്കാൻ കഴിയില്ല, സമസ്തൻ്റെ പണ്ഡിതന്മാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ശരിയ എന്ന് പറയുന്നൊരു സംഭവത്തിനെ പൂർണ്ണമായി ക്യാൻസൽ ചെയ്യുന്ന, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഞാൻ പറയൊരു പുക സൂഫിസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാണത്. അത് ഈ കഞ്ചാവൊക്കെ അടിച്ച് ഇങ്ങനെ അങ്ങനത്തെ ഒരു ലഹരിയിലൊക്കെ ഇങ്ങനെ നടക്കണ നമ്മൾ ഹിപ്പികളുടെയൊക്കെ ഒരു ആത്മീയ വേർഷൻ, അത് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണത്. അത് കേരളത്തിലെ ഒരു മെയിൻ സ്ട്രീം മുസ്ലിം ഓർഗനൈസേഷനും അതിനെ അംഗീകരിക്കാൻ കഴിയൂല. تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم. ഒരാൾ രാവിലെ സൂഫിയായാൽ ഉച്ചയാകുമ്പോഴേക്കും അയാൾ പരമവിഡ്ഢിയായി തീർന്നിരിക്കും. ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ വാചകമാണിത്. പ്രൊഫോൺ ടി വിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂഫിസത്തെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. നമ്മുടെ സമൂഹത്തിൽ സൂഫിസം എന്നത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. അപ്പോൾ സൂഫിസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ പറയണം തോന്നുന്നത് ഒരു ഭക്തി എന്നത്, ആത്മീയത എന്നുള്ളത് മനുഷ്യരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ മതവിശ്വാസികളൊക്കെ ഒരു ആത്മീയതയുടെ ഒരു അംശം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പല രൂപത്തിൽ ഏറെയും കുറഞ്ഞൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മതവിരോധികളായ ദൈവനിഷേധികളായ ആളുകൾ പോലും ഒരു മതത്തിൻ്റെ ആ സൈഡ്, അതായത് ഒരു സ്പിരിച്വൽ സൈഡ് നമുക്ക് എടുക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു സെക്യുലർ ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ സത്യത്തിൽ ഇസ്ലാം ഭക്തിയെ കാണുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു ഇസ്ലാമിൻ്റെ ഒരു ഭക്തിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? അപ്പം അത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ഭക്തി എന്ന് പറയുന്ന ആശയം, ആ ആശയത്തിന് ലോകത്ത് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇതുതന്നെയാണ് ശരിക്കും ഈ വിഷയത്തിൻ്റെ ക്രക്സും. നമ്മൾ ഈ ദൈവഭക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള സ്നേഹം, ആത്മാർത്ഥത, സമർപ്പണം, ഇത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ടത് അല്ലെങ്കിൽ പ്രകാശിപ്പിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ ലോകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആ വിഷയത്തിലുള്ള മൗലികത എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം വ്യത്യസ്തമാകുന്നതും സവിശേഷമാകുന്നതും ആധികാരികമായി തീരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ശരിക്ക് വളരെ വെയ്ഗായൊരു കോൺസെപ്റ്റാണ്. കാരണം അതിന് എന്താണ് ആത്മീയത, ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ആത്മീയ ജീവിതം സാക്ഷാത്കരിക്കുക, ഇത് നമ്മൾ ചോദിച്ചാൽ നമ്മൾ സെക്യുലർ എന്ന് പറയുന്ന ആൾക്കാരെ മാറ്റി നിർത്തിയാൽ തന്നെയും ഈ മതവിശ്വാസികളെ, ആത്മീയത അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്നവരെ നമ്മൾ അപ്രോച്ച് ചെയ്താൽ തന്നെ 10,000-കണക്കിന് ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ മതജീവിതത്തിനും ആത്മീയ ജീവിതത്തിനൊക്കെ ലോകത്ത് എത്ര രൂപങ്ങളുണ്ട്, നമ്മൾ പഠിച്ചാലും തീരാത്ത അത്ര ദർശനങ്ങളും അത്രയും അനുഷ്ഠാന രീതികളും പാരമ്പര്യങ്ങളും ഒക്കെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യരുടെ ഭാവനകളിൽ മെനഞ്ഞെടുക്കപ്പെട്ട ഒരു ആത്മീയ ദർശനമല്ല. നേരെ മറിച്ച് പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ തന്നെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് തന്നെ നമ്മൾക്ക് അറിയിച്ചു തന്നതാണ് എങ്ങനെയാണ് നമ്മൾ ആത്മീയ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മീയതയുടെ സാക്ഷാത്കാരം, ആരാധന, ഭക്തി, ഇതൊക്കെ എങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടതെന്ന് അള്ളാഹ് തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മൗലികത. അതുകൊണ്ടാണ് അത് നമ്മൾ സ്വീകരിക്കാൻ കടപ്പെട്ടവരായി തീരുന്നത്. ഈ സൂഫിസം എന്ന് പറയുന്ന സംഭവം അതും ഇതേപോലൊരു വലിയ സ്പെക്ട്രാണ്. അതിൻ്റെ കീഴിൽ സാധാരണയായി ചേർക്കപ്പെടുന്ന കുറേ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നല്ല പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നമ്മളുടെ മുമ്പിൽ സൂഫി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ അടിസ്ഥാനപരമായ കുഴപ്പം ഈ ഭക്തിയുടെ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പ്രവാചകന്മാരിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടിയ അറിവുകൾക്ക് പകരം ലോകത്ത് ഈ ഭക്തിയുടെയും ആത്മീയതയുടെയും മാർഗങ്ങളായി അവതരിപ്പിക്കപ്പെട്ട കുറേ ആശയങ്ങൾ, അതായത് പ്രവാചകന്മാരിലൂടെ കൈമാറി കിട്ടിയതല്ലാത്ത, പ്രപഞ്ചനാഥൻ പഠിപ്പിച്ചതല്ലാത്ത കുറേ ആശയങ്ങൾ, ആ ആശയങ്ങളോട് ഒരുതരം അനുരാഗാത്മകമായ ഭ്രമം അനുഭവപ്പെടുകയും അതിലെ ചില ആശയങ്ങളോടൊരു അനുരാഗാത്മകമായ ഭ്രമം അനുഭവപ്പെടുകയും ആ ആശയങ്ങളെ ഇസ്ലാമിൻ്റെ കുപ്പായമണിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പല സൂഫികൾക്കും സംഭവിച്ച അടിസ്ഥാനപരമായ അബദ്ധം. ഇത്
ആർക്കും ഡിനൈ ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് സൂഫിസത്തെക്കുറിച്ച്, സൂഫിസത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ വസ്തുനിഷ്ഠമായി പഠിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആ ചരിത്രത്തോട് എന്തെങ്കിലും സത്യസന്ധതയുള്ള ഒരാൾക്ക് അത് ഏതെങ്കിലും നിലക്ക് ഡിനൈ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മിസ്റ്റിസിസം, ഗ്നോസ്റ്റിസിസം എന്നൊക്കെ പറയുന്ന ലോകത്ത് ആത്മീയതയുമായി ബന്ധപ്പെട്ട കുറേ വിഭാവനങ്ങളുണ്ട്. അത് ഒരു പേർഷ്യൻ മിസ്റ്റിക് ട്രഡീഷൻ ഉണ്ട്, ഒരു ക്രിസ്ത്യൻ മിസ്റ്റിക് ട്രഡീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മിസ്റ്റിക് ട്രഡീഷൻ ഉണ്ട്, പിന്നെ ജൂതന്മാർക്കിടയിൽ ഉണ്ടായി വന്ന മിസ്റ്റിക് ട്രഡീഷൻസ് ഉണ്ട്. ഇങ്ങനെ പലതും ഉണ്ട്. ഇവയിലെല്ലാമുള്ള ഇതേപോലുള്ള ആശയങ്ങൾ, ആ ആശയങ്ങളെ വളരെ ഉദാരമായി സമീപിക്കുകയും അതിനോടൊക്കെ അതിൽ നിന്നൊക്കെ എന്തൊക്കെ നമ്മൾക്ക് സ്വാംശീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരിക്കുള്ള അടിസ്ഥാനപരമായ പ്രത്യേകത എന്താണ്? ഇപ്പോൾ നബിമാർ നമ്മൾക്ക് ആത്മീയത എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി കുറേ നബിമാർ വന്നു. ആ നബിമാരിലെ അവസാനത്തെ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചതെന്നുള്ളത് പ്രിസേർവ്ഡ് ആണ്, അത് നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ നബി പഠിപ്പിച്ചതും ഈ ദർശനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആത്മീയ പാഠങ്ങളും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ഓതി കേൾപ്പിച്ചു തന്ന ഖുർആൻ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഹദീസുകൾ അവയെ വ്യാഖ്യാനിക്കുകയും, അതായത് അന്യഥാ വ്യാഖ്യാനിക്കുകയും, ഇവിടെ നിന്ന് കിട്ടിയ ആശയങ്ങൾക്കനുസരിച്ച് ഇത് ഫിറ്റാകുന്നതിന് വേണ്ടി ഖുർആനെയും ഹദീസിനെയും അങ്ങോട്ട് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ആത്മീയ അന്വേഷണങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ട്രാജഡി. അപ്പോൾ അത് പലരും അവതരിപ്പിക്കുക എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ശരിക്കും ഒരു വളരെ തുറന്ന മനസ്സുള്ള ലോകത്തെ എല്ലാ ദർശനങ്ങളിൽ നിന്നും കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിശാലമായ മനോഭാവത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്. അങ്ങനെയല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ കൃത്യമായ പടച്ചവൻ അവതരിപ്പിച്ച 100% ശരിയാണെന്ന് ഉറപ്പുള്ള നമ്മളെ യഥാർത്ഥ വഴിയിലൂടെ നയിക്കുന്ന ഒരു ഗൈഡൻസ് നമ്മളെ കയ്യിലുണ്ടായിട്ട് അതിനെ നമ്മൾ ഇങ്ങനത്തെ കുറേ മനുഷ്യനിർമ്മിതമായ ഭാവനകൾ കൊണ്ട് കറക്റ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു സേവനമല്ല, അതൊരു ദ്രോഹമാണ്. കാരണം നമ്മളെ കയ്യിൽ ശരിക്കുള്ള വഴിയുണ്ട്. ആത്മീയതയുടെ യഥാർത്ഥ വഴി എന്താണെന്ന് അന്വേഷിച്ചിട്ടാണ് ഈ ആത്മീയ അന്വേഷകർ മുഴുവൻ സഹസ്രാബ്ദങ്ങളായി അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആർക്കും അതിൻ്റെ ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഉത്തരം കിട്ടൂല. കാരണം നമ്മളുടെ ബുദ്ധി കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമല്ലത്. അപ്പോൾ അതിൽ കൃത്യമായ ഉത്തരം നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് പോലും അതിനെ പൊല്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് ശരിക്കും ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് സൂഫിസത്തിൻ്റെ അടിസ്ഥാനപരമായ കുഴപ്പമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആത്മീയത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്, പക്ഷെ അത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അത് പ്രവാചകന്മാരാണ് നമ്മൾക്ക് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ ആ പ്രവാചകന്മാരുടെ സന്ദേശം കയ്യിലുണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ പിറകെ പോയി എന്നുള്ളതാണ് പല സൂഫികളും പല സൂഫി ത്വരീക്കത്തുകളും ചെയ്ത ഒരബദ്ധം. സൂഫി എന്നുള്ള പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട എല്ലാവരും ഒരേ അളവിൽ ഇത് ചെയ്തു എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സൂഫി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ മുന്നിൽ അവൈലബിൾ ആയ ആശയങ്ങൾ പലതും ആ രീതിയിൽ രൂപപ്പെട്ട ആശയങ്ങളാണ്. നമ്മൾ ഈ ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ പല മതങ്ങളിൽ പലതരത്തിലുള്ള ആത്മീയത ഉണ്ടെന്ന് പറഞ്ഞു. ആത്മീയതയെക്കുറിച്ച് പൊതുവേ സമൂഹത്തിലൊരു കാഴ്ചപ്പാട് പറഞ്ഞാൽ അതൊരു വരണ്ട, അതായത് ദൈവവുമായി ഒരാൾ അടുക്കുമ്പോൾ മനുഷ്യരുമായി അകലുന്ന, അല്ലെങ്കിൽ ഈ ഭൗതിക സുഖങ്ങളുമായി അകലുന്ന ഒരു സംഗതിയാണ് ആത്മീയത എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇസ്ലാം പഠിപ്പിക്കുന്ന ആത്മീയത ശരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഇസ്ലാം പഠിപ്പിച്ച ആത്മീയത എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് 3 ആൾ വന്ന് പ്രവാചകൻ്റെ വീട്ടിൽ വന്ന് പ്രവാചകൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് അന്വേഷിക്കണ്ടല്ലോ, ആരാധനയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് വളരെ കുറച്ചാണ്. പിന്നെ അവരൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ പ്രവാചകനാണ്, അദ്ദേഹത്തിന് പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്താണ്, നമ്മളങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ തീരുമാനിക്കണം. ഒരാൾ തീരുമാനിക്കുന്നു ഞാൻ ഇനി രാത്രി ഉറങ്ങില്ല, മുഴുവൻ നിസ്കരിക്കും എന്നൊരാൾ തീരുമാനം എടുക്കുകയാണ്. മറ്റാൾ തീരുമാനിക്കും ഞാൻ വർഷത്തിൽ എല്ലാ ദിവസവും നോമ്പെടുക്കുന്നതാണ്. മൂന്നാമത്തെ ആൾ തീരുമാനിക്കുന്നത് വിവാഹ ജീവിതം എന്നുള്ളത് ആരാധനകൾക്ക് തടസ്സമാണ്, അതുകൊണ്ട് ഞാൻ വിവാഹ ജീവിതം ഇല്ല, ഉപേക്ഷിക്കുകയാണെന്ന് അയാൾ തീരുമാനിക്കുകയാണ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മൊത്തം തിരുത്താണ് ചെയ്യുന്നത്. ഞാൻ നമസ്കരിക്കാറുണ്ട്, ഉറങ്ങുകയും ചെയ്യാറുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നു, നോമ്പ് ഒഴിവാക്കുന്നു, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, അങ്ങനെ എൻ്റെ ചര്യ ഇതാണ്. അപ്പോൾ ഇതിനോട് വിമുഖത കാണിക്കും, ഇതിനോട് വെറുപ്പുള്ള ആളുകൾ എൻ്റെ കൂട്ടത്തിൽ പെട്ടവരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ആത്മീയത എന്നുള്ളത് ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് എവിടെയെങ്കിലും അലയേണ്ട ഒരു ആത്മീയതയോ ഒന്നുമല്ല. അത് ഒരു ദൈവികമായ ആത്മീയത നമ്മൾ അനുഭവിക്കുമ്പോൾ അത് അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും, കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ആത്മീയത. അപ്പോൾ നമ്മൾ ആത്മീയതയുമായി ബന്ധപ്പെട്ട ഈ ഒരു സംഗതികൾ മനസ്സിലാക്കുക. സൂഫിസത്തിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു. സൂഫിസം ഈ ഒരു ആത്മീയതയെക്കുറിച്ചുള്ള ഒരു തെറ്റായ ധാരണയിലേക്ക് ചെന്നെത്തുന്നു, അല്ലെങ്കിൽ മറ്റ് സമൂഹങ്ങൾ മതങ്ങളിലൊക്കെ ഉള്ള ഒരു ആത്മീയതയുടെ അതിൻ്റെ ഒരു കൂട്ടിക്കുഴച്ച സംഗതി
ഇതിലേക്ക് എടുത്തു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ മുമ്പിലുണ്ടാകുന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ സൂഫിസം എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? ഇപ്പോൾ ഈ സൂഫിസം നമ്മൾ ഇസ്ലാമിൽ ഒരുപാട് ടേമുകൾ ഇങ്ങനെ കേൾക്കും, ഹിജാബ്, ജിഹാദ്, ഇങ്ങനെ ഇസ്ലാമിൽ കുറേ സംഗതികൾ നമ്മളിങ്ങനെ കേൾക്കും. സൂഫിസം എന്നുള്ളത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഖുർആനും ഹദീസുമാണല്ലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. അതിൽ നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു സൂഫിസം എന്ന കൺസെപ്റ്റ് വരുന്നത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അങ്ങനെ ഒരു ഇസ്ലാമിക് ട്രഡീഷനിൽ എവിടെയാണ് ഈ ഒരു സംഗതി ഉണ്ടാകുന്നത്? അതെ, ഇത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഫഹദ് പറഞ്ഞല്ലോ, ഇസ്ലാം നമ്മളൊരു ഉയർന്ന ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗം എന്നുള്ള നിലക്ക് നമ്മളിൽ ഉണ്ടാകണം എന്ന് പറയുന്ന കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഭക്തിനെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ തഖ്വ, ഖുശൂ, ഇഖ്ലാസ്, ഇഹ്സാൻ, സുഹദ്, വറഅ്, ഇങ്ങനത്തെ കുറേ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഈ ഒരു കോൺവെർസേഷനിൽ സമയമില്ല. ഇങ്ങനത്തെ കുറേ നമ്മളിലുണ്ടാകേണ്ട കുറേ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നമ്മൾക്ക് നേടിത്തരുന്നു, അല്ലെങ്കിൽ അത് നേടിത്തരാനുള്ളൊരു വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂഫി ത്വരീഖത്തുകൾ മുസ്ലിം സമൂഹത്തിൽ രംഗപ്രവേശം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. കാരണം മുസ്ലിങ്ങൾ മതമുണ്ട്, അവർ വിശ്വാസികളാണ്. പക്ഷേ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും അതിൻ്റെ യഥാർത്ഥ ഒരു നിലവാരത്തിൽ മുസ്ലിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, പല മുസ്ലിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു പദ്ധതി എന്നുള്ള നിലക്കാണ് ശരിക്കും സൂഫി ത്വരീഖകൾ പലതും രംഗപ്രവേശനം ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെയുള്ള ഇപ്പോൾ ഹസനുൽ ബസരി എന്ന് പറയണ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹം ഇപ്പോൾ വളരെ ഏളിയായ താബികളിൽ പെട്ട ഒരു വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനും പ്രബോധകനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആത്മീയമായ നനവുണ്ടല്ലോ, അദ്ദേഹം ബസ്രയിൽ അദ്ദേഹം ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. കാരണം മുസ്ലിങ്ങളെ ആ ഒരു മതജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക്, നമ്മളിപ്പോൾ ഈ തെർബിയ, തസ്കിയ എന്നൊക്കെ പറയില്ലേ, ഒരു അള്ളാഹുവുമായുള്ള ഒരു ബന്ധത്തിൻ്റെ മധുരം അനുഭവിച്ചുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് ഇസ്ലാമിക ജീവിതം അനുഷ്ഠിക്കുന്ന തരത്തിൽ നമ്മളുടെ സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ ഉള്ളിലേക്ക് ഇറക്കുക, നമ്മളുടെ കൽബ് നന്നാക്കുക, മനസ്സ് നന്നാക്കുക എന്നൊക്കെ പറയാം. നമ്മളുടെ ശരീരത്തിൽ ബാഹ്യമായി ഇസ്ലാം ഉണ്ടാവുക എന്നുള്ളതിലപ്പുറമായി ഇസ്ലാമിൻ്റെ വെളിച്ചം നമ്മളെ കൽബിൻ്റെ ഉള്ളിൽ കിടക്കുക. അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ച് ആ കാലത്ത് ഈ ദുന്യാവിനോടുള്ള ആസക്തി വർദ്ധിക്കുകയും, കാരണം മുസ്ലിങ്ങൾക്ക് കുറേ വിജയങ്ങളുണ്ടായി, കുറേ സാമ്രാജ്യങ്ങൾ കീഴടക്കപ്പെട്ടു, ഭൗതികമായ സ്വത്ത് കുറേ വന്നു. അപ്പോൾ ദുന്യാവിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവണം, അള്ളയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നാമമാത്രമായി തീരുന്ന തരത്തിൽ മുസ്ലിങ്ങൾ ഭൗതികാസക്തരായി തീരുന്നു എന്നൊക്കെ തോന്നിയ സമയത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ഒക്കെ പോലെ നമ്മളുടെ ഒരു പ്രിയം, നമ്മളുടെ ഒരു ഇഷ്ടം അത് അള്ളാഹിനോടും അള്ളാഹിൻ്റെ ദീനിനോടുമായി തീരുന്ന തരത്തിൽ ഒരു നിഷ്കളങ്കമായ ഒരു മതജീവിതം ഉണ്ടല്ലോ, അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തുടർച്ചയാണ് ഈ സൂഫി ത്വരീഖകൾ. ആ ദൗത്യമാണ് സൂഫി ത്വരീഖകൾ നിർവഹിക്കുന്നത് എന്നുള്ളൊരു ഇംപ്രഷനാണ് ശരിക്കും സൂഫി ഹിസ്റ്റോറിയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇത് വളരെ അടിസ്ഥാനരഹിതമായൊരു കാര്യമാണ്. ഞാൻ ഈ സൂഫി എന്ന് പറയുന്നത് അതുകൊണ്ട് പലതും ഉദ്ദേശിക്കപ്പെടുന്നുണ്ടോ, ഞാൻ പറയുന്നത് നമ്മളുടെ മുന്നിൽ നമ്മൾ ഈ സൂഫി എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ ശരിക്കും ഇതൊന്നും അല്ല, അത് ഇവിടുന്ന് വരുന്നതല്ല, ഹസനുൽ ബസരിൻ്റെ അടുത്തുനിന്ന് വരുന്നതല്ല. അത് അവർ ആ ഒരു താവഴിയിലേക്ക് കയറി നിൽക്കാൻ അവർ ശ്രമിക്കുകയാണ്. അതായത് വ്യാജമായി ഒരു താവഴി അവർ അവകാശപ്പെടുന്നു എന്ന് മാത്രമല്ല, ഹസനുൽ ബസരി മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ഏർലി ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്ന ഇപ്പോൾ ഹാരിസ് അൽ മുഹാസിബി, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ജുനൈദ് അൽ ബഗ്ദാദി, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഫേമസ് ആയി പറഞ്ഞാൽ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ആശയങ്ങളെല്ലാം 100% ശരിയായിരുന്നു എന്നല്ല ഞാൻ പറയണം. അങ്ങനെ ആകേണ്ട ആവശ്യമില്ല. ഏത് പണ്ഡിതന്മാർക്കും അവരുടേതായ അബദ്ധങ്ങൾ സംഭവിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും പറഞ്ഞതാണ് ശരി, തെറ്റുപറ്റാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ആത്യന്തികമായി പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഈ തരത്തിൽ മുസ്ലിങ്ങളെ ആ ഒരു ദീനിൻ്റെ പരിശുദ്ധിയിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള ശ്രമങ്ങളും ഭൗതികാസക്തിയിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവരൊക്കെ നടത്തുന്നത്. അതിൻ്റെ അളവുകളിൽ, അതായത് ഓരോരുത്തരും പറഞ്ഞതിൽ ചിലപ്പോൾ ചെറിയ അബദ്ധങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. മനുഷ്യന്മാർ ഓരോ കാലഘട്ടത്തിലും കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ. പക്ഷെ നമ്മളെ മുന്നിൽ ഈ സൂഫി, ഇപ്പോൾ ഫഹദ് പറഞ്ഞല്ലോ, ഇപ്പോൾ 3 ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അവർ പ്രതിനിധാനം ചെയ്യാൻ ശ്രമിച്ച ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലുമുള്ള ഒരു അതിരുകവിഞ്ഞ താല്പര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയ താല്പര്യം, അതുപോലുമല്ല നമ്മൾ സൂഫിസം എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ എന്നാണ് ഞാൻ പറയാം. ഇത് തികച്ചും വ്യത്യസ്തമായൊരു സാധനമാണ്.
അതായത് ഈ മിസ്റ്റിസിസം എന്ന് പറയുന്ന ഈ പിന്നെ അല്ലെങ്കിൽ ഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത് സൂഫിയാൾ മാരിഫ എന്നൊക്കെ പറയും, ആരിഫീങ്ങൾ എന്നാണ് പറയുക. അതായത് ആ ഒരു എൻലൈറ്റൻമെൻറ്റ് ഉണ്ടായ ആൾക്കാർ, അവർ ചില പ്രത്യേക കാര്യങ്ങൾ ഒരു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. ഞാൻ കോട്ട് അൺകോട്ട് തിരിച്ചറിഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ നബി നിരുത്സാഹപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ, അവരൊന്നും ഇമ്മാതിരി ആശയങ്ങൾ പറഞ്ഞിട്ടില്ല, അതിലേക്ക് പോയിട്ടില്ല. അതല്ല, അതായത് അത് ഒരു ട്രഡീഷൻ ഇവർ വെറുതെ ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആ ട്രഡീഷൻ്റെ ശരിയും തെറ്റും അല്ല ഞാൻ പറയണത്. പക്ഷെ അതല്ല ഈ സാധനം. നമ്മൾ പലപ്പോഴും സൂഫീസ് എന്ന് പറയുമ്പോൾ ഈ അതിഭക്തി അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരാധനകളിലുള്ള അതിരുകവിഞ്ഞ താല്പര്യം, നബി നിർദ്ദേശിച്ചതിനേക്കാൾ അളവിൽ കൂടുതൽ ആരാധനകൾ നിർവഹിക്കുക. ഇത് ശരിക്കും സന്യാസം എന്ന് പറയുമ്പോൾ, ഈ സന്യാസം എന്ന് പറഞ്ഞാൽ കേവലം അനുഷ്ഠാനങ്ങളുടെ താല്പര്യം കൂടുതൽ മാത്രമല്ല. അതായത് പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ ഇസ്ലാമിക സാമൂഹികത വളർന്നു വന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് വന്ന ഒരു അവരുടെ ഒരു സന്യാസത്തിൻ്റെ രീതി ഉണ്ട്. അവരെന്നല്ല, ആ സന്യാസത്തിൻ്റെ ഒരു ഭൗതിക വിരക്തിയുടേതയോ അല്ലെങ്കിൽ അമിതമായ അനുഷ്ഠാനങ്ങളുടെയോ ഒരു തലമല്ല. അതിനപ്പുറത്ത് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു പ്രത്യേകമായൊരു വിഭാവനം, അള്ളാഹുവിൽ ലയിക്കുക എന്നുള്ളൊരു സങ്കല്പം, അള്ളാഹു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം, ഇപ്പം ഇന്ത്യയിലൊക്കെ ഉണ്ടായ അദ്വൈതവാദത്തിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനമായിട്ടുള്ള അവരുടെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ പ്രൊഫൗണ്ട് ടി വിയിൽ തന്നെ പിന്നെ സൂഫിസമായിട്ട് ബന്ധപ്പെട്ട പിന്നെ 3-4 വീഡിയോകൾ നേരത്തെ ചെയ്തിരുന്നു. ആ വീഡിയോകളിൽ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ച കാര്യം അതാണ്. ഇതിൻ്റെ ഒരു ക്രക്സ് ഇതാണ്, അവർക്ക് പടച്ചോനെ പറ്റിയുള്ള സങ്കല്പം വേറെയാണ്. ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ, ഇപ്പോൾ ഒരു ആധുനിക കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നാരായണ ഗുരു പിന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ച ചില ആശയങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ രമണ മഹർഷി അവതരിപ്പിക്കാൻ ശ്രമിച്ച ചില ആശയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു മിഡീവൽ ഭക്തി ട്രഡീഷനിൽ നമ്മൾ ഈ ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് കാണുന്ന പിന്നെ കബീർദാസും ഇവരൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ച ആശയങ്ങൾ നമുക്കറിയാം. അത് വളരെ ഒരു ഹിന്ദു കോണ്ടെക്സ്റ്റിൽ നിന്നുണ്ടായി വന്ന അദ്വൈതത്തിൻ്റെയോ ഭക്തി പ്രസ്ഥാനത്തിൻ്റെയോ ഒക്കെ ആശയങ്ങൾ. ഈ ആശയങ്ങൾ നമ്മളീ കാണുന്ന സൂഫികൾക്ക് സ്വീകാര്യമാണ്. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഞാൻ പറഞ്ഞ എൻറ്റയർലി ഡിഫറൻ്റായ ഇസ്ലാമുമായൊരു ബന്ധവും ഇല്ലാത്ത ഒരു പെയ്ഗൻ ട്രഡീഷൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ ആശയങ്ങൾ ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ കേരളത്തിലിപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ നിയോ സൂഫി ട്രെൻഡുകളുണ്ടല്ലോ, ആ ട്രെൻഡുകളുടെ ഭാഗമായിട്ട് നടക്കുന്ന മ്യൂസിക് കോൺസേർട്ടുകളും അതിൽ നടക്കുന്ന പാട്ടുകളും അവരുടെ പറച്ചിലുകളും അവർ പറയുന്ന കാര്യങ്ങൾ അവരുപയോഗിക്കുന്ന മെറ്റഫേഴ്സും, കൃഷ്ണൻ എന്ന് പറയുന്നത് അവർക്ക് അക്സെപ്റ്റബിൾ ആയൊരു മെറ്റഫറായി മാറുകയാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് പിന്നെ ഹസനുൽ ബസരീൻ്റെ അടുത്ത് നിന്ന് വരുന്നതാണോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ഈ ആൾക്കാരുടെ അടുത്ത് നിന്ന് വരുന്നതാണോ? ഇവരിന്നൊന്നും വരുന്നതല്ലത്. ഇത് എൻറ്റയർലി ഡിഫറൻ്റായ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ, അതായത് ഇസ്ലാമിക പാരമ്പര്യത്തിൽ, അതിൻ്റെ തനത് പാരമ്പര്യത്തിൽ വേരുകളേ ഇല്ലാത്തൊരു ദൈവസങ്കല്പമാണത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളുടെ ചർച്ചകൾ ഉണ്ടാവേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ റദ്ദ് ചെയ്യുന്ന രൂപത്തിലാണ് ഇവരുടെ ഇപ്പോൾ പാട്ടുകൾ ശ്രദ്ധിച്ചാലും ഒക്കെ. ഒരു മനുഷ്യൻ പിന്നെ ഈ ആത്മീയതയിൽ അഭിരമിക്കുമ്പോൾ, അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിലെത്തുമ്പോൾ ദൈവത്തിൽ തന്നെ ലയിച്ചു ചേരുന്ന ഒരവസ്ഥയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരുപാട് പിന്നെ ആശയങ്ങളുടെ അതിൻ്റെ ഒക്കെ ഒരു സമ്മേളനമാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. അപ്പോൾ അള്ളാഹു ആണ് സൃഷ്ടാവ്, അള്ളാഹുവിൻ്റെ അടിമകളാണ് മനുഷ്യരെല്ലാവരും, അള്ളാഹുവിനെ ആരാധിക്കേണ്ടുന്ന അടിമകളാണ്. അപ്പോൾ അവിടെ മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, ഒരു ആത്മീയതയുടെ ഒരു സ്റ്റേജിൽ ദൈവത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന, അങ്ങനെ ഒരു ലയിച്ചു ചേരാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടോ സത്യത്തിൽ? ഇപ്പം നമ്മൾ സൂഫിസത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അതായത് അങ്ങനെ ഒരു അവസ്ഥ സങ്കല്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പ്രവാചകന്മാരാരും അങ്ങനെ ഒരു അവസ്ഥയെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും വലിയ അസംഭവ്യതയാണെന്ന് പഠിപ്പിച്ചവരാണ്. നമ്മൾ അള്ളാൻ്റെ അടിമകളും അള്ളാൻ്റെ മുന്നിൽ നിസ്സാരമായ ദാസന്മാരും അള്ളാനെ ആരാധിച്ച് അള്ളാൻ്റെ തൃപ്തി നേടിയെടുക്കേണ്ട ആൾക്കാരുമാണ്. ആ തൃപ്തിയാണ് നമ്മളെ ലക്ഷ്യം, ആ റിളയാണ് ലക്ഷ്യം. ഇത് അവിടുന്ന് പോവുകയാണ്. ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ പടച്ചോനാവുകയാണ്. അത് പല സൂഫികൾക്കും ഇതിനെക്കുറിച്ചൊക്കെ പലതരം വ്യാഖ്യാനങ്ങളുണ്ട്, പലതരം കാഴ്ചപ്പാടുകളുണ്ട്. എല്ലാ സൂഫികൾക്കും ഇതിൽ ഒരേ നിലപാടല്ല. പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന കേരളത്തിലുള്ളൊരു റിവൈവൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഒരു ട്രാജഡി എന്ന് പറഞ്ഞാൽ ഇതൊരു സുന്നി മുജാഹിദ് പിന്നെ തർക്കമായി പലപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഇതുപോലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുമ്പോൾ പലപ്പോഴും ഇതൊരു സലഫി
പിന്നെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടുള്ള വിമർശനങ്ങളാണെന്നുള്ള തരത്തിൽ ഉള്ള ഒരു 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 ഇത് നറേറ്റീവ് പെട്ടെന്ന് രൂപപ്പെടുന്നത് കാണാം. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന വീഡിയോസിന്റെ അടിയിലുള്ള കമന്റുകളൊക്കെ നമ്മൾ നോക്കിയാൽ സത്യത്തില് ഈ ഒരു സൂഫിസത്തിന് അല്ലെങ്കിൽ സൂഫി മ്യൂസിക്കിന്റെ അപകടങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സലഫികളെ കുറെ തെറി വിളിക്കുന്ന കമന്റുകളാണ് വരുന്നത്. അപ്പൊ സത്യത്തിൽ എന്താണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താ ഇതിന്റെ പ്രശ്നം എന്നുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ചില ആളുകൾ ഇതൊരു സലഫി സുന്നി മുജാഹിദ് പ്രശ്നം, നമ്മുടെ നാട്ടിലത്തെ സുന്നി മുജാഹിദ് പ്രശ്നമായി കാണുന്നു. ചില ആൾക്കാർ ഇതൊരു മ്യൂസിക്, അതിന്റെ ഫിഖ് ചർച്ച ചെയ്യുന്ന മ്യൂസിക് ഹറാമാണോ ഹലാലാണോ എന്നതിലേക്ക് ചർച്ച പോകുന്നു. സത്യത്തിൽ എന്താണ് സൂഫിസം എന്നുള്ളത് അഡ്രസ്സ് ചെയ്യാതെ ആ പ്രശ്നം എന്താണെന്നുള്ള ആൾക്കാർ മനസ്സിലാകാത്തൊരു പ്രശ്നമുണ്ട് സത്യത്തിൽ. അതെ, അതൊരു വലിയ വിഷയമാണ്. എന്താ വെച്ചാൽ ഇത് പിന്നെ നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഹലാലാണോ ഹറാമാണോ അല്ലെങ്കിൽ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആ ഒരു പ്ലെയിനിലൊന്നും അല്ല ഇത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. കാരണം ഇപ്പോൾ കേരളത്തിലൊരു ഇപ്പോൾ മഖ്ദൂമുമാർ, മമ്പുറം തങ്ങന്മാർ, ഇവരിലൂടെയൊക്കെ ഇവിടെ എത്തിയ സൂഫി ത്വരീക്കകളും പിന്നെ സൂഫി ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളിൽ തീർച്ചയായും നമ്മളെ ഞാനിതിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരാണ്. അവർ സമുദായത്തിന് കുറേ സേവനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ ഈ സമുദായത്തിന് ദീൻ പഠിപ്പിക്കാൻ ശ്രമിച്ചവരാണ്, ഈ സമുദായത്തിന് ഫിഖ് പഠിപ്പിക്കാൻ ശ്രമിച്ചവരാണ്, ഈ സമുദായത്തിന് ഒരു ഇസ്ലാമിക ബോധത്തിൽ പിന്നെ വളർത്താൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരാണ്. പക്ഷേ അവരൊക്കെ വന്ന ഓരോ കോണ്ടെക്സ്റ്റുകളുണ്ട്, അവർ വന്ന ചില പശ്ചാത്തലങ്ങളുണ്ട്. ആ പശ്ചാത്തലങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ പല സ്വാധീനങ്ങൾ ഉള്ളതുപോലെ ചില സൂഫി ത്വരീക്കുകളുടെ സ്വാധീനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആശയങ്ങളിൽ നമ്മൾ ഖുർആനും ഹദീസും വെച്ച് നോക്കുമ്പോൾ ശരിയല്ലാത്ത, അത് ഒരു കുറ്റമായിട്ടല്ല പറയണത്, അത് ഏത് പണ്ഡിതനും ഉണ്ടാവാം, ഇവർക്ക് എന്നല്ല ആർക്കും ഉണ്ടാവാം, നമ്മൾക്കൊക്കെ ഉണ്ടാവാം. നമ്മളിപ്പോൾ പിന്നെ സാധാരണക്കാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും ബുദ്ധിജീവികളാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും ആരാണെങ്കിലും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. പക്ഷെ ആ അബദ്ധങ്ങളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ നമ്മൾ ഖുർആൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം അബദ്ധമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മളത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇത് വിഷയം. പക്ഷെ ഞാൻ പറയണത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്കൊക്കെ ഈ സൂഫി ത്വരീക്കുകളുടെ പിന്നെ അതിൻ്റേതായ സ്വാധീനങ്ങളുണ്ടെങ്കിലും അവരുടെ സൂഫിസം എന്ന് പറഞ്ഞാൽ സൂഫിസത്തിൻ്റെ വേറൊരു സ്ട്രാൻഡാണ് ശരിക്ക്. നമ്മളിപ്പോൾ ഈ മഖ്ദൂമുകാരാണെങ്കിലും മമ്പുറം തങ്ങന്മാരാണെങ്കിലും അത് വേറെ ഒരു ധാരയാണ്. അതായത് അവർ ഇപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നേർക്ക് നേരെ ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ചില ദിക്റുകൾ, ചില രീതികൾ, അതിൻ്റെ അവർ നിശ്ചയിച്ച ചില രൂപങ്ങൾ അതൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയും എന്നതിൻ്റെ അപ്പുറത്ത് നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്ന നിയോ സൂഫിസം എന്നതിനെ വിളിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഇപ്പോൾ ഉള്ളൊരു ഒരു 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 ഇൻ്റലക്ച്വൽ സൂഫിസം എന്നുള്ളൊരു മോഡൽ, ഒരു ഫിലോസോഫിക്കൽ സൂഫിസം എന്നുള്ള മോഡൽ ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന, പ്രത്യേകിച്ച് ഈ സൂഫി മ്യൂസിക്കൽ കൺസേർട്ടുകൾ വഴിയൊക്കെ വ്യാപകമായി അവതരിപ്പിക്കപ്പെടുന്ന സൂഫി ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു സൂഫിസം അല്ലത്. അതുകൊണ്ട് തന്നെ ഒരു കേരളത്തിലൊരു മാപ്പിള പൈതൃകത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ന്യായീകരിക്കപ്പെടാവുന്നത്, ഏറ്റെടുക്കപ്പെടാവുന്നത് ഒരു ആശയമല്ലത്. അല്ലെങ്കിൽ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടാകുന്നൊരു എതിർപ്പല്ലത്. ഞാൻ പറയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആശയങ്ങളാണ് ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആശയം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൗദൂദി സാഹിബ് ശരിക്ക് ഏറ്റവും ബ്ലേറ്റൻ്റായി ശരിക്ക് ഈ സൂഫിസത്തെ വിമർശിച്ച ഒരാളും ഈ സൂഫി ത്വരീക്കുകളെ വിമർശിച്ച ഒരാളാണ്. സലഫി പ്രസ്ഥാനത്തിന് പിന്നെ പറയേണ്ട കാര്യമില്ല, അത് പറയേണ്ടതില്ലാത്ത വിധം ഏറ്റവും ശക്തമായി മുമ്പേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതാണ്. ഞാൻ പറയുന്നത് സമസ്ത ഈ അസ്യൂം ചെയ്യപ്പെടുന്നത് സമസ്ത ഇതിന് ഓക്കെ ആണെന്നാണ്. അത് ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സൂഫിസത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഭയങ്കര എക്സ്ട്രീം സൂഫികളെ നമ്മൾ കാണും. അതായത് സൂഫികൾ എന്ന് പറയുന്നവർക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള എക്സ്ട്രീം സൂഫികളുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കലന്തരികൾ എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ്റെ ചരിത്രത്തിലൊക്കെ ഉണ്ടായപ്പോൾ ഈ ദർവേഷുമാരെന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആൾക്കാരുണ്ട്. അത് ശരിക്കും സന്യാസിമാരാണ്. അവരെന്താ വെച്ചാൽ ഉമ്മാനെ ഉപേക്ഷിക്കും, ബാപ്പാനെ ഉപേക്ഷിക്കും, പിന്നെ കല്യാണം കഴിക്കൂല, കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ ഭാര്യനെ ഉപേക്ഷിക്കും, മക്കളെ ഉപേക്ഷിക്കും, എല്ലാത്തരം കുടുംബ ബന്ധങ്ങളും അറുത്തു മാറ്റും. എന്നിട്ട് അവർ സ്വതന്ത്രരാകും. എന്നിട്ട് പഠിച്ചവന് വേണ്ടി അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ആ തെരുവിലേക്ക് ഇറങ്ങി അവർ ചിലപ്പോൾ കുളിക്കൂല, ഡ്രസ്സ് മാറ്റൂല, അവർ മുടി വളർത്തും, താടി വളർത്തും, കഞ്ചാവ് ഉപയോഗിക്കും, ബാങ്ക് ഉപയോഗിക്കും, പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കും. അവരുടെ ശരീരത്തിലൊക്കെ പലതരത്തിലുള്ള ഇരുമ്പ് വളയങ്ങളും മറ്റൊക്കെ കോർത്തിട്ടിട്ടുണ്ടാവും. അവർക്ക് നിസ്കാരം ഉണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, വേറെ ദീനിൻ്റെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ഭ്രാന്തന്മാരെ പോലെ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കും. അവർ കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ ഏതെങ്കിലും കള്ളുഷാപ്പിലായിരിക്കും, ചിലപ്പോൾ വ്യഭിചാരപ്പുരകളിലായിരിക്കും, ചിലപ്പോൾ സൂഫി കാൻകാഹുകളിലായിരിക്കും, ചിലപ്പോൾ ദർഗകളുടെ പരിസരങ്ങളിലായിരിക്കും. അവരിങ്ങനെ പലതും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ടാവും. അവർ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിച്ചിട്ടായിരിക്കും. ഇതാണ് ആത്മീയ ജീവിതം എന്ന് വിചാരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർ
അതാണ് ഇവർ ഈ ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന സാധനം. അത് അവർക്ക് ഭ്രാന്തൊന്നുമല്ല, പക്ഷെ ആൾക്കാരെ കാഴ്ചയിൽ ഇവർക്ക് ഭ്രാന്തായിരിക്കും. അവർ ഇങ്ങനെ ഈ വളരെ ക്രിപ്റ്റിക്കായ ചില വാചകങ്ങളൊക്കെ അവരിങ്ങനെ ഉരുവിടും. അപ്പോൾ അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ സൂഫി ഇന്നർ സർക്കിളുകളിൽ മാത്രമേ അറിയുള്ളൂ, നാട്ടുകാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നാട്ടുകാർ ഇവർക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നതാണെന്നാണ് പറയുക. ഇവരിങ്ങനെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് സൂഫി സർക്കിളുകളിൽ പഠിപ്പിക്കപ്പെടുന്നതനുസരിച്ച് നമ്മൾ കേട്ടാൽ അത് മഖ്ദൂമുമാർക്കും അംഗീകരിക്കാൻ കഴിയില്ല, മമ്പുറം തങ്ങന്മാർക്കും അംഗീകരിക്കാൻ കഴിയില്ല, സമസ്തൻ്റെ പണ്ഡിതന്മാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ശരിയ എന്ന് പറയുന്നൊരു സംഭവത്തിനെ പൂർണ്ണമായി ക്യാൻസൽ ചെയ്യുന്ന, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഞാൻ പറയൊരു പുക സൂഫീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാണത്. അത് ഈ കഞ്ചാവൊക്കെ അടിച്ച് ഇങ്ങനെ അങ്ങനത്തെ ഒരു ലഹരിയിലൊക്കെ ഇങ്ങനെ നടക്കണേ, നമ്മൾ ഹിപ്പികളുടെയൊക്കെ ഒരു ആത്മീയ വേർഷൻ, അത് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണിത്. അത് കേരളത്തിലെ ഒരു മെയിൻ സ്ട്രീം മുസ്ലിം ഓർഗനൈസേഷനും അതിനെ അംഗീകരിക്കാൻ കഴിയൂല. ഇപ്പോൾ കേരളത്തിലുണ്ടായ കുറേ ത്വരീക്കകളെ, ആ ത്വരീക്കകളെ സമസ്ത എതിർത്തിട്ടുണ്ടല്ലോ. ഒരു കള്ളത്തൊരീക്കത്തുകൾ, വ്യാജ ത്വരീക്കത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ത്വരീക്കത്തുകൾ എതിർത്താണ്. അതായത് മലബാറിലുണ്ടായ തസവൂഫിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നതും ഉത്തരേന്ത്യയിലുണ്ടായ തസവൂഫിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമാണ്. മലബാറിൽ അത് കുറച്ചും കൂടി ഒരു യമനി അല്ലെങ്കിൽ ഒരു തെക്കേ അറേബ്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന സൂഫി പരമ്പരകളാണ്. അതേസമയം ഉത്തരേന്ത്യയിൽ അത് കുറച്ചും കൂടി പേർഷ്യൻ സാധനമാണ്. ഈ പേർഷ്യൻ സാധനം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വളരെ റിമൂവ്ഡായ, തീരെ ശരീര ബേസ്ഡ് അല്ലാത്ത, ശരീരത്തിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസിനെയും ക്യാൻസൽ ചെയ്യണം. ഇപ്പോൾ സമസ്ത കേരളത്തിന് മുഴുവൻ മദ്രസകൾ ഉണ്ടാക്കുന്നു. ഈ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 നേരം നിസ്കരിക്കണം എന്നുള്ളതല്ലേ? അല്ലേ? അതായത് സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനമൊക്കെ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അപ്പുറത്ത് ഇവരൊക്കെ ഒരുമിക്കണ കുറേ പോയിന്റുകളുണ്ട്. അതുണ്ടല്ലോ, അതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 5 നേരം നിസ്കരിക്കണം, ദീനിൻ്റെ വിധിവിലക്കുകൾ, നമ്മൾ മഹാപാപങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതിനൊക്കെ മറികടന്ന് പോകുന്ന ആത്മീയത എന്ന് പറഞ്ഞു പോണ വേറെന്തോ ഒരു സാധനമാണ് ഇവരെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന തരത്തിലുള്ള സൂഫി മ്യൂസിക്കൽ കൺസേർട്ടുകളോ, ഈ കവാലികളോ, ഇവർ ഈ പറയുന്ന തരത്തിലുള്ള ആശയങ്ങളോ, ഇവർ ആലപിക്കുന്ന തരത്തിലുള്ള വരികളോ മലബാറിലെ മുസ്ലിങ്ങൾക്ക് പരിചിതമല്ല. ഞാൻ പറയണത്, ഇവർ പറയണത് നമ്മളവിടുത്തെ ഒരു ലോക്കൽ ഇസ്ലാമിക് ട്രഡീഷൻ, അവിടുത്തെ സലഫി മൂവ്മെൻറ്റ് വന്ന് കൊല്ലാൻ ശ്രമിച്ചിട്ട് വേറെന്തോ ഒരു ഇസ്ലാമിനോട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അങ്ങനെയല്ല. ഇവിടുത്തെ ലോക്കൽ മുസ്ലിം ട്രഡീഷന് തീർത്തും അപരിചിതമായ ഒരു ഇൻഡോ പാക് അല്ലെങ്കിൽ ഒരു സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അപരിചിതമായ വളരെ വൈദേശികമായൊരു സാധനത്തിനെ കൊണ്ടുവന്നുകൊണ്ട് വളരെ പുതിയൊരു ഇസ്ലാമിനെ ഒരേ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ പരിപാടികൾ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു കാര്യം പുതിയതായിട്ട് വന്നു, പുറത്തുനിന്ന് വന്നു എന്നുള്ളത് അതിൻ്റെ ശരിയോ തെറ്റോ തീരുമാനിക്കാനുള്ള മാനദണ്ഡമല്ല. പക്ഷേ ഇത് ആർക്കും അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇവിടുത്തെ എനിക്കൊന്ന് ഈ കൺസേർട്ടുകൾ ഇവർ പറയുന്ന ആശയങ്ങളൊക്കെ ഇഴകേറി പരിശോധിച്ചാൽ ചിലപ്പോൾ ആദ്യം 10 കൊടുക്കുന്ന സമസ്തയായിരിക്കും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അതൊരു സുന്നി മുജാഹിദ് വിഷയമായിട്ട് നമ്മൾ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ അജ്മീർ ദർഗയിലോ നിസാമുദ്ദീൻ ദർഗയിലോ നമ്മൾ പോയാൽ അവിടെ കാണുന്ന ഈ ടൈപ്പ് സൂഫിയാളുണ്ടല്ലോ, ആ സൂഫികളും അവരുടെ വീക്ഷണങ്ങളും അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും സമസ്തക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. ഇപ്പോൾ ഈ ഇതുണ്ടായില്ലേ, കൊണ്ടോട്ടി നേർച്ച ഉണ്ടായില്ലേ, ഈ കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ ശരിക്ക് അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രശ്നമായത് എന്തുകൊണ്ടാണ്, പൊന്നാനി ഉലമാക്കളുടെ റെസിസ്റ്റൻസ് ഉണ്ടായത് എന്തുകൊണ്ടാണ്, ഈ സൂഫീസാണ്. ഓർക്ക് പരിചയമില്ലാത്ത ഈ സൂഫീസാണ്. അത് ഈ ഉത്തരേന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ആ റെസിസ്റ്റൻസ് ഉണ്ടായത്. ശരിയന തീരെ മുഖവിലക്കെടുക്കാത്ത ഷെയ്ഖിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു, ഉമർ ഖാദി, മമ്പുറം തങ്ങൾ ഒക്കെ അതിനെതിരെ സംസാരിക്കുന്നു, മഖ്ദൂമുമാർ സംസാരിക്കുന്നു. അതായത് ഒരു ഭയങ്കര റെസിസ്റ്റൻസ് ആണ് ഉണ്ടായത്. അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊണ്ടോട്ടിയിലെന്ന് വെച്ചാൽ ഷെയ്ഖിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക, കഞ്ചാവ് ഉപയോഗിക്കുക, പിന്നെ ഈ ആരാധനാകർമ്മങ്ങൾ, അതായത് നിസ്കാരം നോമ്പൊന്നും ബാധകമല്ലാത്ത ടൈപ്പ് പിന്നെ സൂഫികൾ ഉണ്ടാവുകയാണ്. അതിനെ ഇവരല്ല, കാരണം ഓർക്കതിനെ എതിർക്കാതൊക്കെ പറ്റൂല. ഓരോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത നിസ്കാരം കൂടി നിസ്കരിക്കണതിന് ഓരോ പ്രശ്നം, അല്ലാതെ നിസ്കരിക്കാക്കണ അല്ലായിരുന്നു ഓരോ പ്രശ്നം. അങ്ങനെ ഉണ്ടല്ലോ, ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വേറെ ആയിരുന്നു. അപ്പോൾ ഈ കൊണ്ടോട്ടി നേർച്ച പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഇങ്ങനത്തെ ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ ഒരു സംഘാടകരായിട്ട് നമ്മൾ മുന്നിൽ കാണും. അപ്പോൾ ഞാൻ ഈ കൊണ്ടോട്ടി നേർച്ച ഉണ്ടായ സമയത്ത് പോയി കണ്ടൊരു ആളാണ്. അതായത് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ വെള്ളോമ്പുറത്താണ് എൻ്റെ അമ്മാൻ്റെ വീട്. ഈ കൊണ്ടോട്ടിൻ്റെ വളരെ അടുത്തായതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര വ്യാപകമായ അവിടെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടാമത് തുടങ്ങിയപ്പോൾ ഞാൻ 1-2 ദിവസം അവിടെ പോയി നോക്കിയിരുന്നു. ആ പരിസരങ്ങളിൽ ഇങ്ങനെ പോയാൽ നമുക്ക് കുറേ ഔലിയാക്കളെ കാണാം. ആ ഔലിയാക്കളെ തന്നെ ഞാൻ പറഞ്ഞു ഈ ടൈപ്പ് സൂഫികളെ കാണാം.
അവർ ഈ സൂഫി മ്യൂസിക് എന്നൊക്കെ പറയുന്നത് ഹെവിലി കൊമേഴ്ഷ്യലൈസ്ഡ് ആയ ഈ ലക്ഷങ്ങൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും വളരെ ഓർഗനൈസ്ഡായി വളരെ വൃത്തിയിൽ ഇങ്ങനെ നടക്കുന്ന സൂഫി മ്യൂസിക്കാണ് നമ്മൾ കാണുന്നത്. അതല്ല, അതിൻ്റെ ഒരു ഒറിജിനൽ സാധനം ഉണ്ടല്ലോ. ഈ ദർഗൻ്റെ പരിസരത്തൊക്കെ ഇരുന്ന് ഈ ഒരു വേഷഭൂഷാദികളോടുകൂടി ഇങ്ങനെ ദർവീഷുമാരിങ്ങനെ ഇരുന്ന് പാടുന്നത്, അത് ആ സമയത്ത് അവിടെ പോയി നോക്കിയാൽ കാണാമായിരുന്നു. ഞാനങ്ങനെ പോയി അങ്ങനെ ഒരു കൗതുകത്തിൽ ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ കുറേ കേട്ടിരുന്നതാണ്. ഈ ദർഗൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനത്തെ കുറേ പിന്നെ ആൾക്കാർ വന്നിരുന്ന് ഇങ്ങനെ പാടുന്നത്. അവർ പറയുന്ന വരികൾ, അതൊരു കൺസേർട്ട് അല്ലല്ലോ, ആർക്കും വേണ്ടി പാടല്ലല്ലോ, ഒരു സ്വാഭാവികമായിരുന്ന് പാടുകയാണ്. ഒരെ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഓരോ വേഷഭൂഷാദികൾ രീതികളൊക്കെ കണ്ടാൽ അതിലവർ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ, അവർ സിറ് എന്ന് പറഞ്ഞിട്ട് അവർ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്നു ഒരിക്കലും കേരളത്തിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളേ അല്ല അത്. കേരളത്തിൽ ഒരു മുസ്ലിം സംഘടനയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളേ അല്ല അത്. അപ്പോൾ അത് ഫഹദി ചോദിക്കുന്ന സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, അതായത് ഈ പഠിച്ചോനിൽ ലയിക്കുക, പഠിച്ചോനാകുക, നമ്മളും പഠിച്ചോനും ഒന്നാണെന്നൊക്കെ പറയുന്ന ആശയം ഉണ്ടോ ചോദിച്ചാൽ ലോകത്ത് അങ്ങനെ ഒരു ആശയമുണ്ട്. പക്ഷേ ആ ആശയം ഇസ്ലാമികമായി ഒരിക്കലും സാധുവല്ല. ഒരു മുസ്ലിം പണ്ഡിതനും ഒരിക്കലും, ഞാൻ പറയുന്നത് ഒരു മെയിൻ സ്ട്രീം അഹ്ലുസുന്നത്തി വൽ ജമാഅൻ്റെ നമ്മളീ പറയുന്ന ശരിയ പഠിപ്പിച്ച ഖുർആനും ഹദീസും പഠിപ്പിച്ച പണ്ഡിതന്മാരൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഇസ്ലാമിന് പുറത്തുള്ള ഇതേപോലുള്ള ട്രഡീഷൻസ് എന്ന് വന്നൊരാശയം മാത്രമാണത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഇസ്ലാമികമായി സാധുവല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.